എന്നിട്ട് എന്താ പറയാണ്ടിരുന്നു? ഇല്ലല്ലോ, പറയാനൊക്കെ പറയും, എന്നിട്ടുള്ള സ്നേഹം മതി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തിൽ നമ്മൾ ഉറപ്പിച്ചേർത്തിട്ട്. ആമീൻ പറയും. ആദർശത്തിൽ നമ്മൾ ഉറപ്പിച്ചേർത്തട്ടെ. ഈ ആമാശയത്തിന്റെ ഉള്ളിക്ക് വയറുവേദന ഉണ്ടാവും, പക്ഷെ അത് നേരെ കൽബിന്റെ ഉള്ളിക്ക് കയറിയ ബുദ്ധിമുട്ട്. കൽബിന്റെ ഉള്ളിക്ക് കയറുന്ന വയറുവേദനന്റെ പേരാണ് ബിദ്അത്ത്. അതിനെ ഗുളിക കൊടുക്കാനുണ്ടാക്കിയ ആശുപത്രിന്റെ പേരാണ് സമസ്ത. അതിന്റെ ഒന്നാമത്തെ ഡോക്ടറാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ഇപ്പൊ ഉള്ള ഡോക്ടറാണ് സയ്യിദുൽ ഉലമ. ആശുപത്രി കിടക്കുമ്പോൾ ഡോക്ടർമാരെ തള്ളാൻ പാടില്ല, പിന്നെ രോഗം മാറും. രോഗികൾ ഡോക്ടറെ തള്ളിയാൽ പിന്നെ സൊക്കട് മാറും. സൊക്കട് മാറണോ? ഡോക്ടറെ അംഗീകരിക്കണം. ഡോക്ടർ പറഞ്ഞ മരുന്ന് കുടിക്കണം. അതിന് മേലെ വേറെ എന്തെങ്കിലും കൊണ്ടുവച്ചാലോ പിന്നെ ഐശ്വര്യം അങ്ങനെ കിടക്കാതെ തന്നെ അള്ളാഹു കാത്ത് പുറത്തിറങ്ങാൻ പറ്റൂല. അതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ. സമസ്ത എന്ന് പറഞ്ഞാലൊന്നും ആർക്കൊണ്ട് ഓടിച്ചതാണെന്ന് കയ്യിലത് വരക്കൽ തങ്ങൾ പപ്പാന്റെ കറാമത്താ. എല്ലാ ഗ്രൂപ്പല്ലേ? ചിലവരിപ്പോഴും മനസ്സിലാക്കുന്ന സമസ്തയുടെ ഗ്രൂപ്പാണെന്നോ? ഒരിക്കലല്ല. സമസ്തയുടെ ഗ്രൂപ്പാണെങ്കിൽ ശംസുലമ SK7 കുറിച്ച് പറഞ്ഞാൽ എന്താ? ഊന്നുവടിയാണെന്നോ? അത് ഇന്നും അങ്ങനെ തന്നെയല്ലേ? ആ ജാരിയ ഒന്ന് നോക്കിയാൽ പോരെ ബുദ്ധിയുള്ളവർക്ക്. ജാരിയ ഫണ്ട് തുടങ്ങിയത് ഞാൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ വെച്ചിട്ട്. അന്ന് മലപ്പുറം ജില്ലന്റെ ഒരു സമ്മേളനം നടക്കുക, കോട്ടക്കൽ, പിന്നെ പുത്തൂർ പാടത്ത്. അവിടെ അഹ്ലു ബൈത്ത് എന്ന വിഷയം ഞാനാ സംസാരിക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പാണ് ഫഹ്റുദ്ദീൻ ഞങ്ങൾ ജാരിയ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞത്. ഞാനൊക്കെ അവിടെ ഇരുന്നിട്ട് കണക്കൂട്ടി, കൂടി വന്നാൽ 40 ലക്ഷം. സത്യം, പ്രഭാഷകനാ ഞാൻ അവിടെ ഇരുന്നിട്ട് കണക്കൂട്ടിയത്. കൂടി വന്നാൽ 40 ലക്ഷം. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. പിരിഞ്ഞിങ്ങോട്ട് കിട്ടൂല. 40 ലക്ഷം 10 കോടി. ഇത് ഇനി അള്ളാന്റെ മദതല്ല എന്ന് പറഞ്ഞാല്, ഇത് വരക്കൽ തങ്ങൾ പാപ്പാന്റെ കറാമത്തല്ല എന്ന് പറഞ്ഞാല്, ഇനിയിപ്പോ എന്താ ഇനി കറാമത്ത്? ഇതൊക്കെ പോരെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്. ബക്കാണൊക്കെ നിർത്തിയിട്ട് എല്ലാരും ഒരുമിച്ചിട്ട് പരിപാടി കണ്ട് വിജയിപ്പിച്ച എന്ത് രസം ഉണ്ടാവും. മുടക്കാൻ നിന്ന ആൾക്കാർ അവസാനം ഒടുക്കാവൂലേ? ഒന്നും അല്ലാതാണ് പോകൂലേ? എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? കറാമത്തേറ്റ് കളിച്ചാൽ കളിച്ചോൻ വിജയിക്കൂലല്ലോ. ഒരു കറാമത്തേറ്റ് കളിച്ചാൽ കളിച്ചോൻ വിജയിക്കൂല. ഒരിക്കലും വിജയിക്കൂല.